നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ക്ഷമയുള്ള, ഏറ്റവും ത്യാഗിയായ, എന്നാൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ച ഒരു ജീവിയെക്കുറിച്ചാണ്. സിംഹമാണോ? അല്ല. ആനയാണോ? അല്ല. ഇതാണ് നമ്മുടെ സ്വന്തം കോഴി. യെസ്, മിസ്റ്റർ ചിക്കൻ. നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്, ആദ്യം ഉണ്ടായത് കോഴിയാണോ മുട്ടയാണോ എന്ന്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ഇന്ന് ഉച്ചയ്ക്ക് ഫ്രൈ ആണോ അതോ കറിയാണോ? അതാണ് പ്രധാനം. ആദ്യമേ തന്നെ എനിക്കൊരു പരാതി പറയാനുണ്ട്. കേരളത്തിൽ കോഴി എന്ന വാക്കിന് നമ്മൾ കൊടുത്തിരിക്കുന്ന അർത്ഥം വളരെ മോശമാണ്. നാട്ടിലെ ഏതെങ്കിലും ഒരു പയ്യൻ കുറച്ച് സ്റ്റൈലായി ഡ്രസ്സിട്ട് പെൺകുട്ടികളോടൊന്ന് ചിരിച്ചാൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? അതൊരു കോഴിയാണ് എന്ന്. ശരിക്കും ഇതാ പാവം പക്ഷിയോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? ആലോചിച്ചു നോക്കൂ. വെയിലത്ത് നടക്കുന്നു, മണ്ണ് ചികയുന്നു, കിട്ടുന്ന തീറ്റ കൊത്തിപ്പെറുക്കി തിന്നുന്നു. അവസാനം നമ്മുടെ പ്ലേറ്റിൽ വന്ന് സ്വന്തം ജീവൻ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. എന്നിട്ടും നമ്മൾ ആ പേര് ഉപയോഗിക്കുന്നത് ലൈൻ അടിച്ച് നടക്കുന്നവനെ വിളിക്കാനാണ്. ഇനിയെങ്കിലും നമ്മൾ ആ പാവം കോഴിയോട് മാപ്പ് പറയണം. ഇതെന്താ ഞാൻ ചെയ്തത്? അതൊരു കോഴിയാണ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഈ ലോകത്ത് കോഴി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക ആരാണ്? നമ്മുടെ ബാച്ചിലേഴ്സ്. ഒരു ബാച്ചിലറുടെ റൂമിൽ ചെന്നാൽ അവിടെ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഒരു ട്രേ മുട്ട ഇല്ലാതിരിക്കില്ല. പാചകം അറിയാത്തവന്റെയും ദൈവമാണ് കോഴി. ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക, ഉപ്പിടുക, കലക്കുക, ഓംലെറ്റ് റെഡി. ജിം ബോയ്സ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇനി ഗ്യാസ് തീർന്നോ? പച്ചമുട്ട കുടിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട റോസ്റ്റ്, ഉച്ചയ്ക്കിന് ചിക്കൻ ബിരിയാണി, വൈകുന്നേരം ചിക്കൻ കട്ട്ലറ്റ്, രാത്രിയാണ് തട്ടുകടയിലെ പൊരിച്ച കോഴി. സത്യത്തിൽ നമ്മുടെ രക്തത്തിൽ ഓക്സിജനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒഴുകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. തമാശ മാറ്റി വെച്ച നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഒരു സൂപ്പർ ഹീറോ ആണ് കക്ഷി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1 കിലോ മത്തി വാങ്ങണമെങ്കിൽ മാർക്കറ്റിൽ പോയി വില പേശണം. എന്നാൽ ചിക്കൻ അങ്ങനെയല്ല. അത് പാവങ്ങളുടെയും പണക്കാരുടെയും ഇറച്ചിയാണ്. ജിമ്മിൽ പോകുന്ന പിള്ളേരോട് ചോദിക്കണം കോഴിയുടെ വില. അവരുടെ മസിലിന്റെ 90% കടപ്പെട്ടിരിക്കുന്നത് ഈ കോഴിയോടാണ്. പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി പാവം കോഴിയുടെ നെഞ്ച് മാത്രം തിന്ന് ജീവിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? പിന്നെ കോഴിയുടെ ഒരു ഗുണം എന്താണെന്നാൽ ഇതിന്റെ ഒന്നും വെറുതെ ആയില്ല. ഇറച്ചി നമ്മൾ തിന്നും, എല്ല് പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കും, തൂവലെടുത്ത് നമ്മൾ ഡസ്റ്റർ ഉണ്ടാക്കും. അതായത് ജനനം മുതൽ മരണം വരെ ഫുൾ സർവീസ് ഗ്യാരണ്ടി തരുന്ന ഒരേ ഒരു ജീവി. മലയാളികൾക്ക് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അത് കലണ്ടറിലെ ഒരു ദിവസമല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തിന്റെ പേരാണ് ചിക്കൻ കറി. പിന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം പോലെയാണ് ചിക്കൻ. എപ്പോഴും ട്രെൻഡിങ് ആണ്. ഇപ്പം പാലക്കാട് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് അവിടെ ചൂടാണോ എന്ന് ചോദിച്ചാൽ പാലക്കാട്ടെ വെയിലിനേക്കാളും ചൂടാണ് ഹോട്ടലിലെ ചിക്കൻ ഫ്രൈ. അവിടെ ഉണ്ടായ ഒരു ജനക്കൂട്ടം ഉണ്ടല്ലോ, ഏകദേശം അത്രയും വലിയ ആൾക്കൂട്ടമാണ് ഓരോ ദിവസവും അൽഫാം കടയുടെ മുന്നിൽ നിൽക്കുന്നത്. ഭരണം ആര് നടത്തിയാലും നമ്മുടെ വയറ്റിന്റെ ഭരണം എന്നും ഈ കോഴിയുടെ കയ്യിൽ തന്നെയാണ്. ബിരിയാണിയിൽ നല്ല വലിപ്പമുള്ള ഒരു ലെഗ് പീസ് കിട്ടുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതേ സന്തോഷമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചറിയണം, കാട്ടിലെ രാജാവ് സിംഹമായിരിക്കാം, പക്ഷെ നമ്മുടെ പ്ലേറ്റിലെ രാജാവ് അത് കോഴി തന്നെയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ വിളിച്ചുണർത്താൻ പണ്ട് അലാറമായിരുന്നു ഇവനാ. ഇപ്പൊ നമ്മൾ അവനെ ഫ്രൈ ആക്കി തിന്നുന്നത് വേറെ കാര്യം. അടുത്ത തവണ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് അടിക്കുമ്പോൾ 2 സെക്കൻഡ് മൗനം ആചരിച്ച് ആ മഹത്തായ ജീവിയോട് നന്ദി പറയണം. നിർത്തുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം, കോഴി വെറും കോഴിയല്ല, അതൊരു സംഭവമാണ്. നന്ദി, നമസ്കാരം, ജയ് ചിക്കൻ.